ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ? നമുക്കിന്നില്ലേ വീട്ടിലുള്ള ചേരുവകളും വീട്ടിലുള്ള സാധനവും മാത്രം മതിയിട്ട് ഇത് ഉണ്ടാക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. വൈകുന്നേരം ചായൻ്റെ ഒപ്പയും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു കേക്ക് മാത്രം മതി കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ആരും മറക്കരുത് കേട്ടോ. ആ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഇല്ലേ, അത് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ വേണം കേട്ടോ നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇനി വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിലേക്കൊരു അരിപ്പ് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നതിന് ശേഷം അതിലേക്ക് 1.5 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുക. ഈ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ മെഷർമെൻറ്റ് കറക്റ്റ് അളവായിരിക്കണം കേട്ടോ. അത് കൂടി പോകാനും കുറഞ്ഞു പോകാനൊന്നും പാടില്ല. കറക്റ്റ് അളവായാലും മാത്രമാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത് അരിച്ച് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഒരു ബൗളിലാണ് ഉള്ളത്. ഇനിയിപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിയ മുട്ട തന്നെയാണ്, അതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്. ഇതിലും കൂടുതലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എന്താ പറയുക, മുട്ടൻ്റെ അളവ് കൂട്ടിയെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഒരു 3/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയില്ലേ, അതാട്ടോ. ബീറ്ററിനൊന്നും ഒരാവശ്യമില്ല കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള മിക്സി മാത്രം മതി ഈ കേക്ക് ഉണ്ടാക്കാനും. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. എല്ലാവർക്കും ഉണ്ടാക്കാനും പറ്റും. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 3/4 കപ്പ് പാലില്ലേ, അതും കൂടി ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലില്ലേ, അതും കൂടി ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്നും ഒരിക്കലും കേക്കിലേക്ക് എടുക്കരുത് കേട്ടോ. സൺഫ്ലവർ ഓയിൽ എടുത്താൽ മതി. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. നമുക്ക് അതടിച്ചിട്ടൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം നമ്മൾ നേരത്തെ അരിച്ച് വെച്ച് മൈദപ്പൊടീൻ്റെ മിക്സ് ഇല്ലേ, അത് ഇതിലേക്ക് കുറച്ചിട്ടിട്ട് ഒരു സൈഡിൽ നിന്ന് മാത്രം ഇത് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തുനിന്നും മിക്സ് ചെയ്തെടുക്കരുത്. നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഇതിപ്പോൾ അത്യാവശ്യമായി മുട്ടൻ്റെ മിക്സ് ഒന്ന് പൊന്തിയിട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും കൂടി കുത്തി മിക്സ് ചെയ്യുമ്പോൾ അപ്പടുത്താണ് പോകട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് മാത്രം എല്ലാം ഫോൾഡ് ചെയ്തെടുക്കുക. ഈ സ്പാച്ചുല അല്ലെങ്കിൽ നിങ്ങൾക്ക് വിസ്കില്ലേ, അതുകൊണ്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ലാസ്റ്റ് ഉള്ളത് ഞാൻ അങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ വിസ്ക് പിന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാണ്ട് നമുക്ക് മെല്ലെ പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ വാനില എസൻസ് ഇല്ലേ, അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വാനില എസൻസ് ഒക്കെ ഒഴിച്ചതാണ്, അപ്പോൾ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് നല്ല പോലെ ഒന്ന് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ നമ്മളെ ബാറ്റർ വേണ്ടത്. ഇതേപോലെ മടങ്ങി വിൽക്കുന്ന ഒരു ടൈപ്പില്ലേ, അങ്ങനെയാണ് നമ്മളെ കേക്കിൻ്റെ ബാറ്റർ വേണ്ടത്. അപ്പോൾ ഇതാ നല്ലോണം തന്നെ ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സെയിം ബാറ്റർ 2 ബൗളിലായിട്ട് ഒരേപോലെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 2 ബൗളിലാക്കിയിട്ട് സെയിം അളവിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിൽ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇല്ലേ, ഞാനിപ്പോൾ ഡാർക്ക് കൊക്കോ പൗഡർ ഇല്ലേ അതാട്ടോ എടുത്തത്. ലൈറ്റ് കൊക്കോ പൗഡർ നിങ്ങൾ എടുക്കുന്നെങ്കിൽ ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല, പക്ഷേ കളർ കുറച്ച് കുറവായിരിക്കും. ഈ ഒരു ഇത് മാത്രമായിട്ടുള്ളൂ, വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എടുക്കുമ്പോൾ എന്തായാലും ഡാർക്ക് തന്നെ എടുക്കാൻ നോക്കുക. അപ്പം നല്ല കളറും കിട്ടുമല്ലോ, അപ്പം കാണാൻ നല്ല മുഞ്ചുണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ കൊക്കോ പൗഡർ ഇട്ടുകൊണ്ട് ബാറ്റർ ഒന്ന് നല്ല കട്ടിയാകും. അതുകൊണ്ട് 3 ടേബിൾ സ്പൂൺ തന്നെ പാലില്ലേ, അതും കൂടി ഒഴിച്ച് കൊടുക്കുക. പിന്നെ പൊടിച്ച പഞ്ചസാര ഒരു 2 ടേബിൾ സ്പൂണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതിവിടെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വിസ്കി വെച്ചിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
നമ്മൾ 2 ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വാനിലേൻ്റെ ബാറ്ററും ചോക്ലേറ്റ് ബാറ്ററും റെഡിയാണ്. ഇനിയിപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പറയില്ലേ, വീട്ടിലുള്ള ഇഡ്ഡലി തട്ട് മാത്രം മതി കേട്ടോ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാൻ. നല്ല ടേസ്റ്റായിട്ട് ഈ കുഞ്ഞു കേക്ക് ആകുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ നല്ല എന്താ പറയുക, നല്ല ഇഷ്ടം ഉണ്ടാകും. ഇനിയിപ്പോൾ ഇതേപോലെ ഇഡ്ഡലി തട്ട് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിപ്പോൾ എന്താ പറയുക, നമ്മൾ നേരത്തെ വാനിലേൻ്റെ ബാറ്ററില്ലേ അത് ആദ്യം ഒഴിച്ച് കൊടുക്കുക. വാനില സ്പോഞ്ചില്ലേ അതിൻ്റെത് ചെറിയ സ്പൂണാട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ 2 ടീസ്പൂണ് ചെറിയ സ്പൂണ് ആദ്യം വാനില ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് എല്ലാ ഇതിലും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സ്പൂണിൻ്റെ എന്താ പറയുക അളവ് കൂടി പോർന്നിട്ട് നമുക്ക് ഇനിയും ലെയറായിട്ട് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ചോക്ലേറ്റ് ബാറ്ററില്ലേ അത് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ റൗണ്ടിൽ തന്നെ സെൻറ്ററിൽ എത്തുന്ന രീതിക്ക് റൗണ്ടിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്താ പറയുക, തെറ്റിപ്പോവാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കുമ്പോൾ മനസ്സിലാകും എങ്ങനെയാണ് ഒഴിക്കേണ്ടതെന്നല്ലോ. അപ്പോൾ അതേപോലെ കറക്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ എന്താ പറയുക വാനിലേൻ്റെ ബാറ്ററില്ലേ അത് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഒഴിക്കുമ്പോൾ ഇതിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരും. ഒരു 1/2 ടീസ്പൂൺ അങ്ങനെ 1/4 ടീസ്പൂൺ അങ്ങനെ എത്രത്തോളം നമുക്ക് ലെയർ ഉണ്ടാക്കാൻ പറ്റുന്നോ അങ്ങനെ ഉണ്ടാക്കി എന്താ പറയുക ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 4 അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 4 എന്തായാലും അതിൽ കൂടുതൽ തന്നെ ഉണ്ട്. അതിപ്പോൾ ഉണ്ടായി വന്നിട്ട് കട്ട് ചെയ്യുമ്പോഴേ നല്ല രസമുണ്ടാവും കേട്ടോ കാണാൻ. ഇനിയിപ്പം വീണ്ടും ചോക്ലേറ്റിൻ്റെ ബാറ്റർ അതൊരു 1/2 ടീസ്പൂൺ അങ്ങനെ എന്താ പറയുക അളവ് കുറച്ച് കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാൻ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടി കേക്കായി വരുമ്പോൾ നല്ല രസം ഉണ്ടാവും കേട്ടോ കാണാൻ. അങ്ങനെ ഞാൻ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതേപോലെ ഒരു ഫ്ലവർ പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും വരച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് വരച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേറെ എന്താ പറയുക രീതിയിലൊക്കെ വരയ്ക്കാൻ നല്ല ഐഡിയ ഉണ്ടെങ്കിൽ അതേപോലെ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നല്ലൊരു അടികട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ചെറിയൊരു തട്ടും കൂടി ഇറക്കി വെച്ച് കൊടുക്കുക. എന്നതിന് ശേഷം അത് ആദ്യം ഒരു 20 മിനിറ്റ് നല്ല പോലെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. പാത്രം ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കുക. എന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ ബാറ്ററി ഇല്ലേ അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ചെറിയ ഹോൾസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അത് ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. തീരെ ആവി പുറത്ത് പോവാണ്ട് നോക്കണം കേട്ടോ. എന്നാലാണ് നല്ലോണം പൊന്തി വന്നിട്ട് കേക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. കറക്റ്റ് പോവുകയാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് മാത്രം കേട്ടോ എന്താ പറയുക ആവശ്യമായിട്ട് വരും. എനിക്കിപ്പോൾ കറക്റ്റ് 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് റെഡി ആയിട്ടുണ്ടെന്നൊന്ന് ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല ക്ലീൻ ആയിട്ട് തന്നെ കേട്ടോ ഉള്ളത്. കേക്ക് നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ആ ചൂടിൽ തന്നെ വെക്കണ്ട, പുറത്തെടുത്ത് വെച്ചിട്ട് നമുക്കിത് എന്താ പറയുക ചൂട് പോയതിന് ശേഷം റിമൂവ് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.